everyone. Happy and blessed evening. How are you all? Thank you again. നമ്മളുടെ വെബിനാർ ലാസ്റ്റ് മന്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം അഗെയിൻ നമ്മൾ ദിസ് മന്ത് വന്നു. സോ എല്ലാ മാസവും ഒരു തവണ നമ്മൾ വെബിനാറിൽ കാണാറുണ്ട്. അതുകൂടാണ്ട് 1-on-1 സെഷനിലും നമ്മൾ കണ്ടു ലാസ്റ്റ് വീക്ക്. സോ ഓരോ പ്രാവശ്യവും ഓരോ തവണ വെബിനാറും അല്ലെങ്കിൽ സെമിനാർ ഉള്ളപ്പോഴും നിങ്ങൾ തരുന്ന ഒരു ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. നമ്പർ ഓഫ് അറ്റൻഡീസ് ആണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ അല്ലേ? ഡെഫിനറ്റ്ലി ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഒരു 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 സ്പീക്ക് ചെയ്യാൻ പോകുന്ന അല്ലെ ഒരു വെബിനാർ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്തായിരിക്കും? ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്താണ്? നത്തിങ് എൽസ്. അവിടെ വന്നിരിക്കുന്ന ക്ലയൻസ് ആണ്, റൈറ്റ്? അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ലാസ്റ്റ് മന്ത് ഉണ്ടായിരുന്നു, അപ്പോൾ ഇനി ഈ മാസം അഗെയിൻ എത്ര പേരുണ്ടാവും? പക്ഷെ ഓരോ സമയവും ഓരോ വെബിനാർ എടുക്കുമ്പോഴും ഞാൻ വളരെ ഹാപ്പി ആവാറുണ്ട്, വളരെ ഇൻസ്പയർ ആവാറുണ്ട്. താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവ്രി വൺ ബിലീവിങ് അസ് ആൻഡ് ഡ്രീമിങ് ഫോർ മൈഗ്രേഷൻ ആൻഡ് ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഗോഡ് സ്പീഡിനെ തെരഞ്ഞെടുക്കുന്നതിന്, ഞങ്ങളെ ബിലീവ് ചെയ്യുന്നതിന് ആദ്യമേ തന്നെ വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം ഈച്ച് വൺ ഓഫ് അസ്. ഓരോരുത്തരുടെ ഭാഗത്തു നിന്ന് ഞാൻ വളരെ നന്ദി പറയുകയാണ്. ഓക്കെ, Ashish Matthew, Raini, over to you. Sorry. Yes, actually, Ashish Matthew in the Parayamo, definitely he is our post-arrival service head ആണ്. And also he is in Australia. ഏറ്റവും ഒരു important factor, Godspeed through ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയ ഒരു വ്യക്തിയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ടും പറ്റുന്ന ഒരാൾ കൂടിയാണ് അത്. കാരണം ആളും ഒരു മൈഗ്രേഷൻ ജേർണി ത്രൂ അവിടെ ഓസ്ട്രേലിയയിൽ എത്തിയതാണ്, സെറ്റിൽ ആയതാണ്. സോ ഇപ്പോ ഗോഡ് സ്പീഡിന്റെ പോസ്റ്റ് അറൈവൽ സർവീസ് ഹെഡ് ആയിട്ട് ഇപ്പോ വർക്ക് ചെയ്യുന്നു. ഇപ്പോ പലരും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് പോയി, എനിക്കിപ്പോ ഓസ്ട്രേലിയയിൽ പരിചയമുള്ള ആരും ഇല്ലല്ലോ, ഞാൻ എങ്ങനെ സെറ്റിൽ ചെയ്യും അവിടെ പോയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാ ഞാൻ ഓരോ ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, എന്നെ ആര് ഹെൽപ്പ് ചെയ്യും? സോ ആ ക്വസ്റ്റിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് ആശിഷ്. ഹായ് ആശിഷ്, ഐ നോ ഇറ്റ്സ് എ ലേറ്റ് നൈറ്റ്, ഇപ്പൊ ഓസ്ട്രേലിയയിലെ മിഡ് നൈറ്റ് ആണെന്ന് എനിക്കറിയാം, ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ്, വെൽക്കം ആശിഷ്. Hi, good evening everybody. Good evening Renu ma'am. Hi Jackson. Thank you Raini. Ella attendees a warm welcome to you all. എനിക്ക് ഇത് ഒരു വലിയ സ്പെഷ്യൽ മൊമെന്റ് കൂടിയാണ്. ബിക്കോസ് ലെറ്റ് മി ടെൽ യു, ലാസ്റ്റ് വീക്ക് ഐ ഗോട്ട് മൈ പെർമനന്റ് റെസിഡൻസി ഓൾസോ ഡൺ. സോ ദ ബിഗ് ജേർണി ദാറ്റ് സ്റ്റാർട്ടഡ്. സോ എന്റെ ജേർണി രേണു മാമുമായിട്ട് സ്റ്റാർട്ട് ആയത് ഇന്നലെ അല്ല, ഇറ്റ് വാസ് ഇൻ 2017. എനിക്ക് രേണു മാം ഇങ്ങനത്തെ ഒരു വെബിനാറിന്റെ ഓപ്ഷനും തന്നിട്ടില്ല. സോ അത് എന്നും ഒരു പരാതിയായിട്ട് കിടക്കും. സോ ഇൻ ദിസ് മോഡേൺ ഏജ്, വെൻ യു all are getting these benefits, look at it as transparency. Because ഒരു രേണു മാം ഇത്രയും കാര്യം പറഞ്ഞു, ജാക്സൺ ഇത്രയും കാര്യം പറഞ്ഞു, എനിക്ക് തന്നെ സമ്മപ്പ് ചെയ്യേണ്ട ഒരു വേ ഇതാണ്. ഒരു ഓർഗനൈസേഷൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ട്രാൻസ്പെറൻസി ആണത്. അതിന്റെ അപ്പുറം ഒരു ക്ലയന്റ് ആയിട്ട് ഇപ്പം ഞാൻ ഇന്നിപ്പം രേണു മാമിന്റെ അടുത്ത് അല്ലെങ്കിൽ ജാക്സണോട് സംസാരിക്കുമ്പം I know the exact journey that was there, the pain behind it, the struggle behind it. So I know where you guys are there. So take the first step, start your journey. Thank you, Raini. We'll talk later. Thank you. നമ്മൾ തുടക്കത്തിലെ തന്നെ പറഞ്ഞായിരുന്നു ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് വൺ എന്നുള്ളത്. കാരണം എല്ലാവർക്കും കാനഡ പി ആറിനെ കുറിച്ചും ഓസ്ട്രേലിയൻ പി ആറിനെ കുറിച്ചും എല്ലാം അവെയർ ആണ്. ഈവൻ സ്റ്റുഡന്റ് വിസ ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ. അപ്പോൾ ഗോഡ് സ്പീഡിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 45+ വെറൈറ്റി കാറ്റഗറീസ് ഓഫ് വിസ. എന്താണ് ഈ 45+ വെറൈറ്റി കാറ്റഗറി എന്ന് പലരും ആലോചിക്കാറുണ്ട്. ഓക്കെ, സോ അത് നമുക്ക് അറിയാവുന്ന പോലെ ഡിപെൻഡന്റ് കാറ്റഗറീസ് വരുന്നുണ്ട്, സ്റ്റഡി കാറ്റഗറീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാരന്റ് വിസ, ബിസിനസ് വിസ, സോ മെനി കാറ്റഗറീസ് ഓഫ് വിസ. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വിസാസ് ആണ് നമ്മളിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പർച്യൂണിറ്റി കാർഡ്സ് ആൻഡ് ജോബ് സീക്കർ വിസാസ്. ഇപ്പൊ പലരും നമ്മളുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, ഗോഡ് സ്പീഡ് എപ്പോഴും ട്രാൻസ്പെറന്റ് ആണ്. കാരണം മീൻസ് നിങ്ങളുടെ എന്താണോ പ്രൊഫൈലിന്റെ സ്ട്രെങ്ത് എന്നുള്ളത് തുറന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ എടുക്കുന്നത്. ബിക്കോസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വിസ ടാർഗറ്റിലാണ്. വിസ നമുക്ക് കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല ആപ്ലിക്കേഷൻ വന്നല്ലേ പോസിബിൾ ആവുകയുള്ളൂ. പക്ഷെ പലർക്കും ഇപ്പോ കാനഡ ചോദിച്ചു വരുന്നവർക്ക് കാനഡ മേ ബി എലിജിബിൾ ആവണമെന്നില്ല, ബിക്കോസ് സോ മെനി എലിജിബിൾ ഫാക്ടേഴ്സ് അത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ നോക്കുന്നവർക്കും ചിലപ്പോൾ മേ ബി എന്തെങ്കിലും എലിജിബിലിറ്റി ഇഷ്യൂസ് കൊണ്ടിട്ട്, കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രി കൂടുതലും ഡോക്യുമെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ പല സമയത്തും പലർക്കും ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാറില്ല.
അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇപ്പൊ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളോട് എനിക്കൊരു എബ്രോഡ് സെറ്റിൽമെന്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ചില പേരൻസ് പറയാറുണ്ട്, മീൻസ് അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, എബ്രോഡ് ഒന്ന് അവരെ സെറ്റിൽ ആക്കണം എന്നൊക്കെയാണ് അവരുടെ ഒരു ഡ്രീം എന്ന് പറയും. സോ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ ആണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ്സും ജോബ് സീക്കർ വിസയും. കാരണം PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണിത്. ദ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മനി, യെസ്, ഓപ്പർച്യൂണിറ്റി കാർഡ്. മുന്നേ ജർമ്മനി ജോബ് സീക്കർ വിസ ആയിരുന്നു, ലാസ്റ്റ് ഇയർ അത് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ജർമ്മനി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മീൻസ് ഡെയിലി ബേസിസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു റിസർച്ച് നടത്തിയാൽ തന്നെ അറിയാൻ പറ്റും. 75 lakhs ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് ജർമ്മനി അനൗൺസ് ചെയ്തേക്കുന്നത് അപ്കമിങ് 9 ഇയേഴ്സിലേക്ക്. കാരണം ധാരാളം സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജർമ്മനിയിലാണ്. യു നോ ദാറ്റ് ജർമ്മനി എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, മീൻസ് കെമിക്കൽ ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, മീൻസ് ഫാർമസി റിലേറ്റഡ് ആൻഡ് ഓൾസോ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, ജർമ്മൻ പ്രൊഡക്ട്സിന് വളരെ വാല്യൂ ആണ് ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ ജർമ്മനിയിലെ സ്റ്റാർട്ടപ്സ് ഡെയിലി ബേസിസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിക്കോട്ടെ, മീൻസ് IT ആയിക്കോട്ടെ, സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഈവൻ അവിടെ ഉള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ മീൻസ് അവിടെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒക്കുപേഷന് വേക്കൻസീസ് ഉള്ളതുകൊണ്ട് പുറത്തു നിന്നും ലൈക്ക് ഇന്ത്യ പോലുള്ള കൺട്രീസിൽ നിന്നും ധാരാളം ആസ്പിറൻസ് അങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. വൺസ് ഇപ്പോ മേ ബി നിങ്ങൾ മാരീഡ് ആണ് എങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ആണ് ട്രാവൽ ചെയ്യണമെങ്കിൽ സ്പൗസിന് അറ്റ് എ ടൈം അക്കമ്പനി ചെയ്യാൻ പറ്റില്ല എങ്കിലും ആഫ്റ്റർ 6 months ഇപ്പൊ ഒരു ജോബ് നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്, അതർവൈസ് ഒരു 6 monthsന് ശേഷം ഫാമിലി റീയൂണിയൻ വിസ ഡെഫിനറ്റ്ലി ഗോഡ് സ്പീഡ് അതും ചെയ്യുന്നുണ്ട്. ആ ഒരു വിസ കാറ്റഗറി ത്രൂ നിങ്ങളുടെ പാർട്ട്ണറിനെയും കൂടെ അങ്ങോട്ടേക്ക് അക്കമ്പനി ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിനുശേഷം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 21 months സംതിങ് നിങ്ങൾക്ക് അത് PR കൺവേർട്ട് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇതിന് വേണ്ടത് ഇത്രയും മാത്രമാണ് എലിജിബിലിറ്റി. ജസ്റ്റ് കംപ്ലീറ്റ് യുവർ ഡിഗ്രി, 3-year ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക. ഈവൻ ഡിപ്ലോമ ആണെങ്കിലും അനബൽ ലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതും പോസിബിലിറ്റി ഉണ്ട്. ജസ്റ്റ് 2 years ഓഫ് എക്സ്പീരിയൻസ്, ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് ജർമ്മൻ മാൻഡേറ്ററി ആണോ എന്നുള്ളത്. നോ, നെവർ. ജർമ്മൻ മാൻഡേറ്ററി അല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് IELTS ആണ് എങ്കിലും ഇറ്റ്സ് ഫൈൻ, മിനിമം ഇംഗ്ലീഷ് ലാംഗ്വേജ് മതി. ഓക്കെ, സോ ഇത്രയും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇനി ലഭിക്കാനില്ല. സോ യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സ്വീഡൻ. ഞാൻ പറഞ്ഞ പോലെ യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുന്നത് ഇപ്പോ വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കൺട്രീസ് ആണ്. സോ സ്വീഡൻ ആണെങ്കിൽ തന്നെ അതിനും ഒരു ജോബ് ഓഫറിന്റെയും ആവശ്യമില്ല. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, അവിടെയും നമുക്ക് ലാംഗ്വേജ് റിക്വയർമെന്റ് വരുന്നില്ല. ജസ്റ്റ് IELTS മിനിമം ഈസ് ഫൈൻ. ആൻഡ് ഓൾസോ നമുക്ക് 12 monthsലേക്ക് മീൻസ് 9 monthsലേക്കാണ് സ്വീഡൻ നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ഓൾസോ പോസിബിൾ. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം, ജർമ്മനിക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ് കാണിക്കുന്നതെന്ന് കരുതി സ്വീഡന് ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ ബാങ്ക് ബാലൻസ് ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് കാണിച്ചാലും മതി. അതിന് വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി അസിസ്റ്റൻസും നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് തേർഡ് പാർട്ടീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കൂടിയാണ് സ്വീഡൻ. ആൻഡ് ദെൻ സ്പെയിൻ, ദ റീസെന്റ് ഇൻട്രൊഡ്യൂസ് സ്പെയിൻ ജോബ് സീക്കർ വിസ. ദർ ഇസ് നോ നീഡ് ഫോർ എനി ജോബ് മീൻസ് ഓഫേഴ്സ് ഓർ സംതിങ്. ഒരു ജോബ് ഓഫറും ആവശ്യമില്ല. അതുപോലെ പലരുടെയും മറ്റൊരു ഡൗട്ടാണ്, സ്പാനിഷ് ഞാൻ പഠിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീജിയണൽ ലാംഗ്വേജ്? നോ, ഇതിനും ഇംഗ്ലീഷ് മിനിമം ലാംഗ്വേജ് മാത്രം മതി. അതുപോലെ തന്നെ സ്പെയിന്റെ കേസസിൽ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുക, ദെൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ. ഇഫ് നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയുടെ സിറ്റിസൺ ആണെങ്കിൽ ആ ഒരു കൺട്രിയുടെ പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കുക. ഇവിടെയും ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആവശ്യമില്ല. നമുക്ക് തേർഡ് പാർട്ടി ഫണ്ടിങ്ങും ഇവിടെ കാണിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ദെൻ സ്പെയിൻ ആണെങ്കിലും നമുക്ക് കിട്ടുന്നത് 12 monthsലേക്കുള്ള ജോബ് സീക്കർ വിസയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ ഇമ്പോർട്ടന്റ് വൺ, ദുബായ് ജോബ് സീക്കർ വിസ. ഐ എം പ്രൗഡ്ലി സെയിങ് ദാറ്റ് നിങ്ങൾക്ക് ജോബ് സീക്കർ വിസ ദുബായ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോഡ്സ്പീഡിനെ കണക്ട് ചെയ്തോളൂ. കാരണം ഇത്രയും കാറ്റഗറീസ് ഓഫ് ജോബ് സീക്കർ വിസ എനിക്ക് തോന്നുന്നില്ല മറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. കാരണം അത് നമ്മുടെ
എക്സ്പേർട്ട്, അതായത് ഇപ്പോൾ രേണു മാമിനെയും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പേർട്ട് ടീമിന്റെ ഒരു റിസോഴ്സിന്റെ ഒരു സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും സക്സസും അതുപോലെ ഇത്രയും കാറ്റഗറി വിസാസും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ദുബായിയുടെ കേസിൽ ഏതൊരു സാധാരണക്കാരനും ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ എബ്രോഡ് പോയി സെറ്റിൽ ആവണം, ഒന്ന് രക്ഷപ്പെടണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഡെഫിനറ്റ്ലി ദുബായ് നല്ലൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്കറിയാം ഡെയിലി ബേസിസ് ധാരാളം ഓപ്പർച്യൂണിറ്റികൾ, ഇപ്പൊ സോ മെനി കമ്പനീസിന്റെ എല്ലാം കോർപ്പറേറ്റ് ഓഫീസേഴ്സിന്റെ എല്ലാം തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ദുബായ് എന്ന് പറയുന്നത്. ദുബായിയുടെ ബേസിൽ നോക്കുമ്പോൾ എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല, നമുക്കൊരു സ്പോൺസർ അവിടെ ആവശ്യമില്ല, ഒരു ജോബ് ഓഫറിന്റെ ആവശ്യമില്ല, നോ ലാംഗ്വേജ് റിക്വയർമെന്റ്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്, ഓർ ഡിഗ്രിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള എനി പ്രോഗ്രാംസ് ലൈക്ക് 3 ഇയർ ഡിപ്ലോമയോ സംതിങ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മളുടെ എന്താണ് റിക്വയർമെന്റ്, മേ ബി ഫോർ 30 ഡേയ്സോ 60 ഡേയ്സോ 120 ഡേയ്സോ എത്ര ദിവസത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്ത് സ്പോൺസർഷിപ്പ് ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ഒരു ക്രൈറ്റീരിയ വരുന്നത് സ്കിൽ ലെവൽ 1, 2, 3 കാറ്റഗറി വരുന്ന ഒക്കുപേഷൻസ് ആണ് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആപ്ലിക്കേഷൻ വരാം. ഈ 1, 2, 3 കാറ്റഗറീസ് എന്ന് പറയുന്നത് നോർമലി ഇപ്പോൾ ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും ഒക്കെ എൻക്വയറി വരുന്ന ടൈപ്പ് എല്ലാ ആപ്ലിക്കേഷൻസും ഈ സ്കിൽ ലെവലിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ആൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്കിത് നോക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓസ്ട്രിയ. അത് റീസൺ വൺ ആണ്. യെസ്, ഓസ്ട്രിയ എന്ന് പറയുന്നത് 6 മന്ത്സിലേക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും ബട്ട് ഡെഫിനറ്റ്ലി അതിലും നമുക്ക് എക്സ്റ്റൻഷൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. നമുക്ക് തേർഡ് പാർട്ടി ഫണ്ടിങ് ഒന്നില്ലെങ്കിൽ നമുക്ക് FD ആയിട്ടോ അല്ലെങ്കിൽ സേവിങ്സ് ആയിട്ടോ നമുക്ക് ഷോ മണി കാണിക്കാം. 8 to 9 lakhs ആണ് പറയുന്നത്. ഈവൻ സ്വീഡൻ ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഓസ്ട്രിയ ആണെങ്കിലും 8 to 9 lakhs ആണ് പ്രൂഫ് ഓഫ് ഫണ്ട് അവർ പറയുന്നത്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആവശ്യമില്ല. ഓസ്ട്രിയയ്ക്ക് ആണെങ്കിലും സ്വീഡനും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 4 ഇയർ ഗ്രാജുവേഷൻ ആണ് അവർ റിക്വയർമെന്റ് പറയുന്നത്. അതല്ല നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. സോ ഗ്രാജുവേഷൻ ഇപ്പൊ 3 ഇയർ ആണ്, ദെൻ മാസ്റ്റേഴ്സും കൂടി ഉണ്ടെങ്കിലും അതും എലിജിബിൾ ആണ്. അതർവൈസ് 4 ഇയേഴ്സ് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ദെൻ PhD ആൻഡ് മാസ്റ്റേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെയും മിനിമം ലാംഗ്വേജ് മതി, മറ്റു റീജിയണൽ ലാംഗ്വേജസിന്റെ റിക്വയർമെന്റ് ഇല്ല. ബട്ട് ആൻ ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് ഓസ്ട്രിയയ്ക്ക് ഒരു പോയിന്റ് കാൽക്കുലേഷൻ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ കരുതുന്ന പോലെ അത്ര വലിയൊരു ഹൈ ടാസ്ക് കാൽക്കുലേഷൻ അല്ല. ഏതൊരു വ്യക്തിയും ജസ്റ്റ് 1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഓസ്ട്രിയ ജോബ് സീക്കർ വിസയ്ക്ക് എലിജിബിൾ ആകും. ഓക്കെ, ഔട്ട് ഓഫ് 170 പോയിന്റ്സ് ആണ് അവർ എലിജിബിലിറ്റി പറയുന്നത്. സോ ഈ പറയുന്ന 5 സൊല്യൂഷൻ എന്ന് പറയുന്നത് എബ്രോഡ് സെറ്റിൽമെന്റ് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഡ്രീമിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ക്വയറീസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അറിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ അതിന് എലിജിബിൾ ആണ് എന്ന് മീൻസ് ആ ഒരു എലിജിബിലിറ്റി ചെക്കും കാര്യങ്ങളും അറിയണമെങ്കിൽ അത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ചെക്കിംഗ് കാര്യം നമുക്ക് ചെയ്യാം. സോ Q&Aയിൽ നിങ്ങളുടെ ക്വയറീസ് പോസ്റ്റ് ചെയ്യുക. So we can start the session. Okay, fine. The next one is the Q&A. സ്നേഹയാണ്, 23 ഏജ്, BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ്, ഫ്രഷർ ആണ്, സ്വീഡൻ, ജോബ് സീക്കർ വിസ ഫോർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്. യെസ് സ്നേഹ, ആക്ച്വലി താങ്കൾ 23 ആണ് ഏജ്, ഫ്രഷർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ താങ്കളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് വിത്തിൻ 2 ഇയേഴ്സ് ഓഫ് പീരിയഡ് ഉള്ളിലാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇത് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങളിപ്പോ ഹെൽത്ത് കെയറിന്റെ കാര്യം, അവർ കാറ്റഗറൈസേഷൻ ഇല്ല, ഈ ഒരു കാറ്റഗറി മാത്രമേ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ദുബായ്ക്ക് മാത്രമാണ് സ്കിൽ 1, 2, 3 കാറ്റഗറി, അതിൽ ഹെൽത്ത് കെയർ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. സോ സ്വീഡന്റെ കേസ് ആണെങ്കിൽ വിതൗട്ട് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തായിരിക്കണം കേട്ടോ. Next question, Donna. I am a CA with 12 years of experience, age 39. Would like to get migrate to Australia with my son. Want to know the eligibility and percentage of success of go through. Rather than migration, are you also providing any job assurance too? ഓക്കെ, മൈഗ്രേഷൻ പോസിബിൾ ആണ്. CA 12 years of experience എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒന്നുകിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് ജേർണൽ, ടാക്സേഷൻ അക്കൗണ്ടന്റ്, ഏതാണ് ഓക്യുപ്പേഷൻ മാച്ച് ചെയ്യുന്നത് നമുക്ക് അതനുസരിച്ച് എടുക്കാം. ഇന്റേണൽ ഓഡിറ്റർ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റർ. സോ ജോബിനെ പറ്റി ഒന്ന് ആശിഷ് എക്സ്പ്ലെയിൻ ചെയ്യും.
accounting job in Canada, sorry, Australia? So, ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് പെർട്ടിക്കുലർലി വരുമ്പം എനിക്ക് തോന്നിക്കുന്നു ഇതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പോലും അനിരുദ്ധും ചോദിച്ചത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നാണ് എൻ്റെ ഒരു പെർസെപ്ഷൻ. സോ chartered accountants, so when you come to Australia, you have to get your skill assessed by the CPA Australia. So after that, നമ്മൾ what ആദ്യം ചെയ്തിട്ടുണ്ടാവും ആശിഷ്. CPA അതെ ചെയ്തിട്ടാണ് നമ്മൾ ഫർദർ പ്രോസസ്സ് ചെയ്യുന്നത്. അത് അവരുടെ അതെ കയ്യിലുണ്ടാവും. അതെ. So when you come over here, what is more relevant is that you have the local knowledge, because Indian knowledge വെച്ചിട്ട് നമുക്ക് ഇവിടെ ഡയറക്ട്ലി നമുക്ക് ചിലപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഫോളോഡ്, വാട്ട് ആർ ദ സിസ്റ്റംസ് ആൻഡ് ദ മെക്കാനിസംസ് ഫോളോഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ദർ ഇസ് എ ഹ്യൂജ് പോസിബിലിറ്റി ടു സ്റ്റാർട്ട് ത്രൂ. Accounting is one field that has always been in high demand in Australia. So once you land over here, there are different pathways for you to identify job. So there are different job portals. The public sector is open for you. Even the private sector has so much openings for from the accounting side. Take the big fours. All the big fours have always got proper openings in the accounting and data side. So what I would suggest is, once you complete your migration journey, there are a lot of things that you're going to explore about yourself. And once you get your visa, and between the time you land in Australia, that is the time where we are starting to develop your resume, develop your cover letter, try to identify what are the current roles available with you. So our രീതിയിൽ നമുക്ക് we can actually work out new opportunities for you. And once you complete all of this, I think there'll be more pathways open to you. Over to you, ma'am. Yeah. Thank you so much. So definitely വലിയൊരു എക്സ്പ്ലനേഷൻ. താങ്ക് യു സോ മച്ച്. കാരണം എന്താ വെച്ചാൽ പലരും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും ഒരു കാര്യം ചെറുക്കുള്ളിലുള്ള. ഇനി അക്കൗണ്ടന്റ് ഒരു ഹ്യൂജ് പ്ലേ യെസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൺസ് യു ഹാവ് എ സ്കിൽ അസസ്മെന്റ്, ദാറ്റ്സ് കോൾഡ് ലൈസൻസ് ഫ്രം ഓസ്ട്രേലിയ, താങ്കൾക്ക് അവിടെ ലാൻഡ് ചെയ്യാനും താങ്കൾക്ക് അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്യും. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ എന്താണോ അക്കൗണ്ടൻസി അതിലോട്ട് താങ്കൾക്ക് നോക്കാം. ഈ അക്കൗണ്ടൻസി മാത്രമല്ല, യു ക്യാൻ ട്രൈ ഫോർ ബാങ്കിങ് ജോബ് ആസ് വെൽ. ദർ ആർ മെനി ബാങ്കിങ് ജോബ്സ് ഓപ്പണിംഗ് ആണ്, ലൈക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജർ. മെനി ഓസ്ട്രേലിയൻ ബാങ്ക്സ് നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ CA പോലെയുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, ജോസഫ്. അദ്ദേഹം ഇന്ത്യൻ CA ആയിരുന്നു. അദ്ദേഹം അവിടെ പോയിട്ട് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് ഡാർവിനിലാണുള്ളത്, നോർത്തേൺ ടെറിട്ടറി. നല്ല രീതിയിൽ അദ്ദേഹം വളരെ ഡെവലപ്പായിട്ട് ഇപ്പം അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡാർവിനാണ്, യെസ്, ഡാർവിനിൽ തന്നെയാണ് ജോസഫ് എന്ന് പറഞ്ഞൊരു ക്ലയന്റ്. സോ അദ്ദേഹം നല്ലപോലെ ഡെവലപ്പ് ആയിട്ടുണ്ട് അവിടെ. സോ there are many opportunities for accountant. And present situation, if you are planning to migrate any country in this age 39, for you the best opportunity is Australia. പെർമനന്റ് റെസിഡൻസി തന്നെയായിരിക്കും. വിത്ത് സണ്ണും കൂടി ഉണ്ടെങ്കിൽ ചിൽഡ്രനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. ബിക്കോസ് ബെനിഫിറ്റ്സ് ഭയങ്കരമാണ് കുട്ടികൾക്ക് അവിടെ. PR താങ്കൾക്ക് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ തൊട്ടിട്ട് ബെനിഫിറ്റ്സും കിട്ടും. സോ ഇനി താങ്കൾ ലേറ്റ് ആക്കിയാൽ ഈ ഓപ്പർച്യൂണിറ്റി താങ്കൾക്ക് ഷോർട്ട് നഷ്ടപ്പെടും. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു. ദിസ് ഇസ് ദ ബെസ്റ്റ് കൺട്രി ഫോർ യു. ഇനി വേറൊരു കൺട്രി നമുക്ക് ചൂസ് ചെയ്യാനില്ല താങ്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏജിൽ. And also, just to add, Yes. even regional visas have so much potential for all these categories. And accountants and also regional എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ഈ റീജൻ എന്ന് വെച്ചാൽ ഏതോ ഒരു ഗ്രാമപ്രദേശം പോലാണ്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ദിസ് ഇസ് ഓസ്ട്രേലിയ. ഇവിടെ ഗ്രാമം എന്ന് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണത്, വേറെ ആരുമല്ല. സോ one piece of advice is, don't sit and think, act. And ഈ റീജിയണൽ വിസാസിന് ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് സോ മച്ച് ഓഫ് ബെനിഫിറ്റ്, ലൈക്ക് മെഡിക്കെയർ ഇസ് ഇൻക്ലൂഡഡ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് PR. സോ ആൻഡ് ദ most best part is the job opportunities are in so plenty of options when you come to regional areas. So give a shot.
യെസ്, താങ്ക് യു സോ മച്ച്. കാരണം റീസെന്റ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ റീസെന്റ് ഒരാൾ എന്നോട് ചോദിച്ചത്, സോ ഐ ജസ്റ്റ് വാണ്ട് ടു അപ്ലൈ ഫോർ 189 ഓൺലി, 189 മാത്രം മതി, ബിക്കോസ് എനിക്ക് 491 വേണ്ട. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഉള്ളത്. കാരണം അത് റീജിയണൽ ഏരിയ അല്ലേ. സോ അത് ആളുടെ ചിന്ത എന്ന് വരുന്നത് റീജിയണൽ ഏരിയ എന്നൊരു റൂറൽ ഏരിയ ആണ്, സം കൈൻഡ് ഓഫ് എ വില്ലേജ് ഓർ സംതിങ്. ആക്ച്വലി ആളുടെ ക്വയറിക്കുള്ള ഒരു വലിയൊരു ആൻസർ തന്നെയാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം 491 എന്ന് പറയുന്ന, ഞാൻ അത് എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു റീജിയണൽ ഏരിയയിലാണോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യോ, അല്ലെങ്കിൽ അത് ഏതൊരു ഗ്രാമമാണോ എന്നൊക്കെയാണ് കരുതുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഓസ്ട്രേലിയൻ. നമ്മളുടെ തന്നെ ഒരു ക്ലയന്റ് റീജൻ കിട്ടി, ഞാൻ എന്ത് പറഞ്ഞിട്ടും അവർ എടുക്കാതിരുന്നത് ഓർക്കുന്നുണ്ടോ? ബിബിൻ എന്ന് പറഞ്ഞ ഒരു ക്ലയന്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ടെക്സ്റ്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു അത് എടുത്തു, ഇൻവിറ്റേഷൻ വന്നിട്ട് അത് ഓപ്റ്റ് ചെയ്തില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്തായിരുന്നു അതിന്റെ ആവശ്യം എന്നുള്ളത്, ലൈക്ക് ഒരു ആവശ്യം ഉള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ക്ലയന്റ് മാത്രമാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആശിഷിന്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ആശിഷിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് എടുത്ത എല്ലാവരോടും നിങ്ങൾ എന്റെ റിസ്കിൽ എടുത്തു. ഇപ്പൊ ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടോ ആശിഷ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അങ്ങനെ ക്ലയന്റിനോട് പറയാറുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ കുറച്ചും കൂടി കണക്റ്റഡ് ആയിരുന്നല്ലോ. അപ്പം ഐ നോ ദാറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് ആശിഷിനെ നന്നായിട്ട് അറിയാം. ആശിഷ് ഏതറ്റം വരെ പോയി അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിലും ആശിഷ് PR-ലോട്ട് എത്തുന്നതും സിറ്റിസൺഷിപ്പിലോട്ട് എത്തുന്നതും എനിക്ക് അത്ര ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി ആശിഷ്, ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി, യു ജസ്റ്റ് ടേക്ക് ദ വിസ. ഇതുകൊണ്ട് ഒരു നഷ്ടവും താങ്കൾക്ക് സംഭവിക്കില്ല എന്നുള്ള നിലയ്ക്ക്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, യു ജസ്റ്റ് ഡു എ റിസർച്ച് ആൻഡ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ് ആൻഡ് യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ എന്ന് തിരിച്ചു പറയും. അതിന് വേറൊന്നും കൊണ്ടല്ല, അവരവരുടെ കാര്യം മനസ്സിലാക്കി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിപ്പോ ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയാറുണ്ട്. അന്ന് ഞാൻ എല്ലാരോടും ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇറ്റ്സ് മൈ ഫുൾ റിസ്ക്, എന്റെ ഫുൾ റിസ്കിൽ നിങ്ങൾ എടുത്തോ, എന്ത് സംഭവിച്ചാലും ഐ ആം ദേർ. ഇതിന്റെ വേറെ ഒരു വശം എന്ന് വെച്ചാല് എനിക്ക് തോന്നിക്കുന്നു കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഇപ്പൊ ഈ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു മെന്റൽ ബ്ലോക്കേജ് വരുന്ന എവിടാന്ന് വെച്ചാൽ, ഒന്നാമത് ഇന്ത്യയിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചൊരു റിയൽ പിക്ചർ ഇല്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എല്ലാവരുടെ ഒരു കൺസേൺ വെതർ ആയിരിക്കും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും, ആക്സസിബിലിറ്റി ആയിരിക്കും. വെതർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ആയിരിക്കാം പക്ഷെങ്കിൽ ചിലരുണ്ട്. എന്റെ കേസ് ഞാൻ ഓപ്പൺലി പറയുവാണ്, എനിക്ക് തണുപ്പ് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. സോ ദാറ്റ് ഇസ് വൈ ഞാൻ കാനഡ തിരിഞ്ഞു നോക്കി പോലും ഇല്ല. സോ ഈ ഓസ്ട്രേലിയൻ വെതർ എന്ന് വെച്ചാല് ഈ ഓസ്ട്രേലിയൻ വെതർ ഇസ് എക്സാക്ട്ലി ലൈക്ക് ഇന്ത്യൻ ക്ലൈമറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ്. സോ ഇവിടെ ഇന്ത്യയില്, സോ ഞാൻ രാജസ്ഥാനാണ് ജനിച്ചു വളർന്നതെല്ലാം. സോ രാജസ്ഥാൻ ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഓപ്പോസിറ്റ്. ഇപ്പം രാജസ്ഥാനിലെ മെയ്, ജൂൺ, ജൂലൈ ഒക്കെ ഏറ്റവും പീക്ക് സമ്മർ ആണെങ്കിൽ, ഓസ്ട്രേലിയയിൽ ഏപ്രിൽ ടു ഓഗസ്റ്റ് ആൻഡ് ഒക്ടോബർ ഇറ്റ്സ് ലൈക്ക് പീക്ക് വിന്റർ, ആൻഡ് ഡിസംബർ ഇവിടുത്തെ പീക്ക് സമ്മർ ആയിരിക്കും. ഇൻ ലാസ്റ്റ് 5 years ഗവൺമെന്റ് ഇസ് ഇൻവെസ്റ്റിംഗ് മോർ. ഇവിടെ വീടുകളില്ല, അപ്പം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന റീജിയൻസ് ഏരിയയിലായിട്ടാണ്. സോ ഇറ്റ് ഈസ് ഓൾ ഇൻ ഹൈ ഡെവലപ്മെന്റ്. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. സോഷ്യൽ മീഡിയാസിൽ എല്ലാവരും കാണാറുണ്ട് ഇവിടുത്തെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ഇനി അവിടുത്തെ മൈഗ്രേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുമോ, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത് ഓസ്ട്രേലിയ മാത്രമല്ല. നിങ്ങൾ ന്യൂസ് എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ അബ്രോഡ് കൺട്രീസിലും. ബിക്കോസ് മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ചാലഞ്ചാണ്. ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, പറയുന്നത് ശരിയല്ല, പക്ഷെങ്കിൽ ഇപ്പൊ ഈ കൺട്രീസിലെല്ലാം ഇവിടുത്തെ നേറ്റീവ്സ് ആയിട്ട് ഉള്ള ആൾക്കാരല്ല. ഇവിടെ നേറ്റീവ്സ് എന്ന് വെച്ചാൽ ഒരു അബോറിജിനൽസ് ആണ്. അവരൊരു 65,000 years തൊട്ട് ഇവിടെ ഉള്ളതാണ്. ഇവിടെ വന്നത് UK അല്ലെങ്കിൽ US ഒക്കെ മൈഗ്രേറ്റ് ആയി വന്നവരാണ്. അവരൊരു 1000 years പോലും ആയി കാണത്തില്ല. പക്ഷെങ്കിൽ അവരുടെ ഇന്നത്തെ ജനറേഷന് പേടിയാണ്, ഇനി വേറെ ആൾക്കാർ വന്ന് ഞങ്ങൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എടുത്തു കഴിഞ്ഞാലോ. ബട്ട് ഇൻ റിയാലിറ്റി ദർ ആർ സോ മച്ച് ഓഫ് പൊട്ടൻഷ്യൽ. ഇവിടുത്തെ ഏരിയാസ്, ഇവിടെ ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്, ഇവിടെ മനുഷ്യനെ കാണാൻ പറ്റാത്ത അത്രയും land is visible. 3 times There, larger than India, am I correct? I know. So the and government is surviving on Equal to these. Kerala population only. Yes. But And government is surviving on migration because skilled alkarilla. I'll tell you very reality. I'm sorry, I'm gate crashing all your time. I'm really sorry for that. But sharing some facts. In Australia, so I came over here. I was working in India for Ministry of Health. I had a work experience of almost 10 years. When I came,
I started initially, I did some gig jobs, and then I was very clear I had to get into the public sector. I went into the public sector. I had a master's degree. I did my UGC net. I cleared my UGC net in social work. I had my postgraduate diploma in counseling. I had so much of experience, blah, 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 blah. When I joined the team, I realized അവിടുത്തെ ടീമിലെ ആൾക്കാര് 10th ക്ലാസ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് എ ബിഗ് തിങ് ഓവർ ഹിയർ. ഇറ്റ് ഈസ് അബൌട്ട് ദി എക്സ്പീരിയൻസ്. ഇവിടുത്തെ പിള്ളേർ എന്ന് വെച്ചാൽ ഒരു 12-15 വയസ്സ് കഴിഞ്ഞാൽ ദേ സ്റ്റാർട്ട് വർക്കിംഗ്. സോ ആ വർക്കാണ് അവരെ എക്യുപ്പ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കേസസ് നമ്മൾ പഠിച്ചിട്ട് വരും. അപ്പൊ ഇവര് ഈ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഇത്രയും ഡിഗ്രി PhD അതെല്ലാം ചെയ്ത് അപ്പൊ അവർക്ക് ഒരു പേടിയാണ് നമ്മൾ ഇവരുടെ മൊത്തം ഇത് എടുത്തു കളയുമോ എന്ന്. സോ ദാറ്റ് ഈസ് ദി ഓൺലി ഫിയർ. ഗവൺമെന്റ് ഈസ് വാണ്ടിങ് skilled migrants. I won't say skilled labor. Educated. They want skilled migrant and educated people. Educated It's not there. because ഇപ്പൊ ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാല് ആണുങ്ങൾ എല്ലാവരും മിക്കവാറും ട്രേഡ് ജോബ്സിലായിരിക്കും. ട്രേഡ് ജോബ്സ് എന്ന് വെച്ചാൽ പ്ലംബർ, ഇലക്ട്രീഷ്യൻ, കാർപ്പൻട്രി ആൻഡ് ഓൾ. ഏറ്റവും ഹൈയസ്റ്റ് പെയ്ഡ് ജോബ് ഇൻ ഇന്ത്യ ഇറ്റ് മേ ബി സം ബിഗ് കോർപ്പറേറ്റ് ഓഫീസേഴ്സ്. ഇവിടുത്തെ ഏറ്റവും ഹൈയസ്റ്റ് ജോബ് എന്ന് വെച്ചാൽ പ്ലംബർ, ഇലക്ട്രീഷ്യൻ. ഒരു മണിക്കൂർ $200 കൂടുതലാണ് ഒരു മണിക്കൂറിന്. സോ ഈവൻ അവർ പീപ്പിൾ ക്യാൻ ഡു ദാറ്റ്. ഇപ്പൊ ഇന്ത്യയിൽ ITIയുടെ കോഴ്സസ് ഒക്കെ ചെയ്തവരാണെങ്കിൽ അവർക്ക് വേണ്ടിയ ഇംഗ്ലീഷിന്റെ ഇതുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കോഴ്സസ് ചെയ്യാൻ പറ്റും അവർക്ക്. ദർ ആർ സോ മച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി. അതെ ആശിഷ്, ഞാൻ മോസ്റ്റ് റീസെന്റ് ആയിട്ട് നമ്മളൊരു രേണൂസ് മൈഗ്രേഷൻ ടിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതലും കാർപ്പന്റേഴ്സിനെയാണ് അതിനകത്ത് പറഞ്ഞത്. കാർപ്പന്റേഴ്സ് ആർ ഹൈലി എലിജിബിൾ. ദേ ആർ ഇൻ ഹൈ ഡിമാൻഡ് ലിസ്റ്റ് ഫോർ ഓസ്ട്രേലിയ. ദ പ്രോബ്ലം ഈസ് ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ലാംഗ്വേജ് നോട്ട് മീറ്റിംഗ് ദ റിക്വയർമെന്റ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഡിഗ്രി ഉണ്ട്, കാർപ്പൻറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, പക്ഷെ ദെൻ അഗെയിൻ ദ പ്രോബ്ലം ദാറ്റ് ഇവിടെ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നിടത്ത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ലെറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെറ്റസസുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് കമ്മിങ് അണ്ടർ ദം. സോ ഐ വാസ് ആസ്കിംഗ് ദം. സോ അവർ പറയുന്നത് നിങ്ങൾ സാലറി സ്ലിപ്സ് നിങ്ങൾ എനിക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. ലൈക്ക് വാട്ട്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല. സോ വാട്ട് ഷുഡ് ഐ ഡു? സോ അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ രേണു, സോ യു ക്യാൻ ഗീവ് ഫസ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പൊ 2 പേയ്മെന്റ് എവിഡൻസ് വേണം. അപ്പൊ ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ് തന്നു. രണ്ടാമത്തെ പേയ്മെന്റ് എവിഡൻസ് ഞാൻ എന്ത് തരും? ക്യാഷ് ഇൻ ഹാൻഡിന്റെ പേ സ്ലിപ്സ് തന്നു. രണ്ടാമത്തെ അവർ പറയുന്നത് സാലറി സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞു ഈ 2 തന്നാലും നിങ്ങൾ പിന്നെയും പറയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറയും. മൂന്നാമത് നിങ്ങൾ പിന്നെ അഡീഷണൽ ഡോക്സ് റിക്വസ്റ്റ് വിടും. അഡീഷണൽ ഡോക്സ് റിക്വസ്റ്റ് വിട്ടതിന് ശേഷം then you will ask me something PF or IT documents, then you will reject the application. അപ്പൊ എന്ന് ഞാൻ അവരോട് ഇങ്ങനെ സ്ട്രൈറ്റ് കട്ട് ആയിട്ട് പറഞ്ഞു. അപ്പൊ they said that okay, they will be like collecting the information, they will put across to the VETS's head. അവർ അങ്ങോട്ട് വിടാം. മമതയോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് കംബാക്ക് ചെയ്യും. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശിഷ് പറഞ്ഞ പോലെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ, ഒരു കാർപ്പൻറ്ററിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ക്യാൻ മൈഗ്രേറ്റ്. പക്ഷെ അത് ആർക്കും അറിയില്ല. ദാറ്റ്സ് ദ ഫാക്ട്. ഹൈലി പെയ്ഡുമാണ്. വൺ മോർ ഫൺ ഫാക്ട്. ഇവിടുത്തെ ആണുങ്ങളാണ് ഈ ട്രേഡ് ജോബ്സ് ചെയ്യുന്നത്. ഈ പെണ്ണുങ്ങളാണ് ഈ ഓഫീസസിൽ മൊത്തം ഇരിക്കുന്നത്. എല്ലാ ഓഫീസിലെ ഹെഡായിട്ടിരിക്കുന്നവരെല്ലാരും, ഈവൻ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പൊസിഷൻസ് ആയാലും ആര് വർക്ക് ചെയ്യുന്നതായാലും മിക്കവരും എല്ലാവരും. ബട്ട് ദ ഗുഡ് പാർട്ട് ഈസ് ദേ ആർ ഓൾ വെരി വെൽ കോർഡിയൽ ആൻഡ് ദ വർക്ക് പ്ലേസ് ആൻഡ് എത്തിക്സ് എവറിത്തിങ് ഇസ് ഗുഡ്. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് യു വോണ്ട് ടു ഡു അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ആൾക്കാരുടെ ഒരു ഇത് ഞാൻ അവിടെ പോയാൽ ജോലി കിട്ടുമോ ഇല്ലയോ, ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും within 6 months ജോലി കിട്ടിയിട്ടുണ്ട്. So don't worry about job. The first thing is take the first step. We always think of the last one, but take the first step, everything will fall into place. Sorry for taking too much of time, but ആക്ച്വലി ഇത് വലിയൊരു ഹെൽപ്ഫുൾ ആണ്. കാരണം കുറെ ആളുകളുടെ ഒരു ഡൗട്ടാണ് ഈ പറയുന്ന 491 വിസ ആയിക്കോട്ടെ, ജോബ് ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, ഇപ്പൊ പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളും. ഇറ്റ്സ് നത്തിങ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ അല്ലേ, നമ്മളുടെ പ്രൊഫൈലും ക്വാളിഫിക്കേഷനും കണ്ട് വെറൈഡ് ആയതുകൊണ്ട് മാത്രമാണ്. സോ ഡോണ്ട് വെറി, ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഓൾവേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൈഗ്രേഷൻ കേട്ടോ. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജേഷ് ആണ് ആസ്കിംഗ് ഫോർ സേതുലക്ഷ്മി. 31 ആണ് ഏജ്. ക്വാളിഫിക്കേഷൻ BTech കമ്പ്യൂട്ടർ സയൻസ്. വർക്ക് എക്സ്പീരിയൻസ് 9 years ആണ്. മാരീഡ്. Please let me know better migration option. Okay, BTech Computer Science 9 year experience, 31 age എന്ന് പറയുന്നു. ആക്ച്വലി ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല ജേഷ്. IT എന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി മേ ബി ഇഫ് ഇറ്റ് ഇസ് IT ആണ്.
ഓസ്ട്രേലിയ യു ക്യാൻ മൈഗ്രേറ്റ്, ഇറ്റ്സ് ഗുഡ്. 31 വയസ്സേ ഉള്ളൂ, മാക്സിമം പോയിന്റ്സ് ഏജിന് കിട്ടും. ബിടെക് കമ്പ്യൂട്ടർ 9 years of experience is a golden opportunity. You can try for Australian skilled migration, Ajesh. That is best. Next. Yeah. Yes. So, Seyadilakshmi actually age 31 ആണ്. 32 കഴിഞ്ഞ് 33 ആകുമ്പോഴേക്കും താങ്കളുടെ 30 പോയിന്റ്സിൽ നിന്ന് 5 പോയിന്റ്സ് നഷ്ടപ്പെടും. സോ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ, ഇറ്റ്സ് എ റൈറ്റ് ടൈം. ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളൂ. The next question, Muhammad Tariq ആണ്. I have completed my bachelor's in microbiology in 2020 and I have 2 years and 6 months of experience and 1 year career gap. Can you suggest me work visa? I'm looking for Spain. Can you explain? സ്പെയിൻ ആണെങ്കിൽ നമുക്ക് ജോബ് സീക്കർ ആയിരിക്കും ബെസ്റ്റ്. ടു ക്യാൻ ട്രൈ ഫോർ സ്പെയിൻ ജോബ് സീക്കർ വീസ. സ്പെയിൻ ജോബ് സീക്കർ എടുത്ത് അവിടെ ചെന്ന് 1 year വീസയാണ്. ആ സമയത്ത് താങ്കൾക്ക് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് ട്രൈ ചെയ്യാം. വൺസ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, നമുക്കത് ബ്ലൂ കാർഡ് കൺവേർഷൻ ടു PR ലോട്ട് നമുക്കത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്പെയിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ താങ്കളുടെ ഡീറ്റെയിൽഡ് റെസ്യൂമേയും കൂടി ഒന്ന് പ്രൊവൈഡ് ചെയ്യുക. ഗ്യാപ്സും കാര്യങ്ങളും ഉണ്ടെന്നാണെന്ന് തോന്നുന്നല്ലേ പറഞ്ഞത്. Alright, thank you so much, ma'am. താങ്കളുടെ റെസ്യൂം ഒന്ന് ഷെയർ ചെയ്യുക. ഗ്യാപ്സ് നോർമലി സ്റ്റഡിയിലൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്, നമുക്കിതൊരു ഫാക്ടർ അല്ല. ആൻഡ് ഓൾസോ മൈക്രോബയോളജി ഗ്രാജുവേഷൻ ആണല്ലോ, 3 year ഡിഗ്രി വെച്ചിട്ട് നമുക്ക് സ്പെയിൻ പോസിബിൾ ആണ്. താങ്കൾ നമ്മുടെ എക്സ്പേർട്ട് ആയിട്ട് സ്പെയിൻ അതെ 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 ഇതും മാച്ച് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അതെ, ഓക്കെ ഫൈൻ. ജിഷയാണ്, ഏജ് 30, ക്വാളിഫിക്കേഷൻ MCom, എക്സ്പീരിയൻസ് 6 years ആണ്. കൺട്രി കാനഡ ആൻഡ് ഓസ്ട്രേലിയ, മാരീഡ് ആണ്. ഓക്കെ, ഐ തിങ്ക് ജിഷ കാനഡ PR ഉം ഓസ്ട്രേലിയൻ PR ഉം ആണ് ചോദിക്കുന്നത്. ഏജ് 30, MCom ആൻഡ് 6 years ആണ്. Yes, we can do it. Australia also you can try 6 years of experience and we can try for Australian skilled migration. Same time കാനഡയ്ക്കും താങ്കൾ എലിജിബിൾ ആണ്. കാനഡ പെർമനന്റ് റെസിഡൻസിക്ക് നമുക്ക് നോക്കാൻ പറ്റും. MCom ഉണ്ട്, 30 ഏജ് മാത്രമേ ഉള്ളൂ. So could you please share the resume so that we can evaluate it and താങ്കൾക്ക് എലിജിബിലിറ്റി റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാം. Accordingly you can start the process. നല്ല പ്രൊഫൈലാണ് ജിഷ. നല്ല പ്രൊഫൈൽ. യെസ്. എനിക്ക് ഈ 30 ഏജിലുള്ളവർ പറയാനുള്ള കാര്യം ഒന്ന് മാത്രം, മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മാക്സിമം പോയിന്റ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഓസ്ട്രേലിയ, ഈവൻ ഇപ്പോൾ കാനഡ ആയിക്കോട്ടെ, 30 എന്ന് പറയുന്ന ഏജിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ മൈഗ്രേഷനെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. കാരണം ഹ്യൂജ് പോയിന്റ് കിട്ടുന്ന ഒരു ടൈമാണ്. അത് ടൈം കളയരുത്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. വൈ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൃഷ്ണകുമാർ ആണ്. I just heard that language is not mandatory for Germany. But my ex-colleague who is in Germany told that without German language, it's not easy to get the job there. Okay. ഇത് നോർമലി നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സർ ആക്ച്വലി സർ ഒരു എബ്രോഡ് എക്സ്പീരിയൻസും അതുപോലെ എബ്രോഡ് സ്റ്റഡീസും കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിയാണല്ലോ. സോ ഈ ഒരു ക്വയറി എല്ലാവർക്കും ഉള്ളതാണ്. ഞാനിപ്പോ ജർമ്മനി ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ഇല്ല എങ്കിൽ എനിക്ക് ജോബ് കിട്ടില്ല എന്ന ഒരു പൊതുവേ ഉള്ള ഒരു ധാരണയുണ്ട്. എന്താണ് സാറിന്റെ സജഷൻ അതിനെ കുറിച്ച്? തീർച്ചയായിട്ടും റേണി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺസ് വിസ ഗ്രാൻഡ് ആയി കഴിഞ്ഞാൽ ഐ സജസ്റ്റ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുക. പക്ഷെ ജോലി കിട്ടാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് വേണം നിർബന്ധമില്ല. അക്കോർഡിംഗ് ടു ആ നേച്ചർ ഓഫ് വർക്ക്, നമുക്ക് അവിടുത്തെ ഒരാളോട് സംസാരിക്കണം എന്നുള്ള ജോബ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലാംഗ്വേജ് അറിയണം. നമുക്കിപ്പോൾ സംസാരിക്കേണ്ട എത്രത്തോളം ജോബ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജോബ്സിനൊന്നും ശരിക്കും ലാംഗ്വേജ് വേണ്ട. നമ്മളിപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ആണ്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒബ്വിയസ്ലി വേണ്ടി വരും. നേച്ചർ ഓഫ് ജോബ് അതാണ് വരുന്നത്. പക്ഷേ നമുക്കൊരു A1 ലാംഗ്വേജ് എടുക്കാനായിട്ട്, ജർമ്മൻ A1 ലാംഗ്വേജ് എടുക്കാനായിട്ട് നമുക്കൊരു 1 month അല്ലെങ്കിൽ 1.5 month പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി എടുക്കാൻ പറ്റും. അത് കിട്ടിയാൽ തന്നെ നമുക്ക് ജോബ് കിട്ടാൻ ഈസിയാണ്. യെസ്, ഡെഫിനറ്റ്ലി. അതായത് നിങ്ങളുടെ നേച്ചർ ഓഫ് ജോബ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ അവിടുത്തെ ലോക്കൽസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. പക്ഷേ ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടാനോ വിസ കിട്ടാനോ ഈ ലാംഗ്വേജ് റിക്വയർമെന്റ് അല്ല. ബട്ട് വൺസ് യു ലാക്ക് ദ നിങ്ങൾക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ജോബ്സ് ആണെങ്കിൽ ഒരു മിനിമം ജർമ്മൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അതർവൈസ് ഒരു ടെക്നിക്കൽ സൈഡ്, എഞ്ചിനീയേഴ്സ് ഇപ്പൊ പറഞ്ഞ പോലെ മീൻസ് ഒരു ടെക്നിക്കൽ സൈഡുള്ള ഒരു സ്കിൽഡ് കാറ്റഗറിയൊക്കെയാണ്. ഇപ്പോൾ ലൈക്ക് എ ഷെഫോ കുക്കോ സംതിങ്, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ IT അവർ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ലോക്കൽസ് ആയിട്ട്. ദേ ആർ ഇന്ററാക്ടിങ് വിത്ത് ദ ക്ലയൻസ് ആൻഡ് ഓൾസോ ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി മതി. സോ അതാണ് സാർ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ നേച്ചർ ഓഫ് ജോബ് ആണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ എല്ലാവർക്കും ജർമ്മൻ ഇല്ലാതെ അവിടെ ചെന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ജോബ് കിട്ടില്ല എന്നല്ല. ഡെഫിനറ്റ്ലി ഇപ്പോൾ സ്റ്റാർട്ടപ്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഓൾസോ ഒരു ഇമ്പോർട്ടന്റ് വൺ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ മീൻസ് ടൈപ്പ് ഓഫ് ജോബ് അവിടെ ഒരു ഫാക്ടറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജോമോൻ ജോസഫ്. Hi, I'm Jomon from Ernakulam. I'm a degree holder
currently working as a key account manager at Vivo with 15 years of sales experience, specifically handling modern trade across Kerala. I visited your branch yesterday to inquire about job seeker visas for Spain and Sweden. Could you please provide more information on the visa requirements and the support you offer to help secure a job in these countries? I'm 35 years old. ഹായ് ജോമോൻ. ആക്ച്വലി സ്പെയിൻ സ്വീഡൻ നോക്കുമ്പോഴേക്കും താങ്കൾ ഒരു ഡിഗ്രി ഹോൾഡർ ആണ്. സ്വീഡന്റെ കേസിൽ നമുക്ക് 4 years ഓഫ് ഗ്രാജുവേഷൻ ആണ് അവർ ചോദിക്കുന്നത്. വൺസ് ഗ്രാജുവേഷൻ പ്ലസ് മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അതർവൈസ് ഗ്രാജുവേഷൻ മാത്രമാണെങ്കിൽ സ്വീഡൻ നമുക്ക് പോസിബിൾ അല്ല കേട്ടോ. നമുക്ക് മറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള ദുബായ് നമുക്ക് നോക്കാം, സ്പെയിൻ നമുക്ക് നോക്കാം, ജർമ്മനി നമുക്ക് നോക്കാം. ആൻഡ് ഓസ്ട്രിയക്കാണെങ്കിൽ 4 years വേണം. ഓസ്ട്രിയ ആൻഡ് സ്വീഡൻ നോട്ട് ചെയ്യുക, 4 year ഗ്രാജുവേഷൻ വേണം. ഈവൻ അത് ഗ്രാജുവേഷൻ 3 year ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും മതി. പക്ഷെ താങ്കളുടെ കേസിൽ ഗ്രാജുവേഷൻ 3 year ആണ് എങ്കിൽ നമുക്ക് സ്വീഡൻ പോസിബിൾ അല്ല, സ്പെയിൻ ആണ് ഓക്കെ ആയിട്ടുള്ളത് കേട്ടോ. ദെൻ 15 years ഓഫ് എക്സ്പീരിയൻസ് എന്ന റിച്ച് എക്സ്പീരിയൻസ് ആണ്. താങ്കൾക്ക് സെയിം ടൈം ജോബ് സീക്കർ വിസയും ഒപ്പം തന്നെ PR കൂടെ ഫയൽ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം PR എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കുറച്ച് ടൈം സ്റ്റേജ് വൈസ് ആണല്ലോ, ടൈം കൺസ്യൂമിംഗ് ആണ്. ആൻഡ് മീൻ വൈൽ താങ്കൾക്ക് ഇപ്പോൾ സ്പെയിൻ ജോബ് ഓപ്പർച്യൂണിറ്റി ജോബ് സീക്കറോ, ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ്, ദുബായ് ജോബ് സീക്കറോ കൂടെ ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എബ്രോഡ് കൺട്രിയിൽ വർക്കും ചെയ്യാം. സെയിം ടൈം ഇപ്പോൾ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, PR-ന്റെ ഓപ്ഷൻസും ട്രൈ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് അപ് ടു യു. താങ്കളുടെ പ്രൊഫൈൽ സ്പെയിനിന് എലിജിബിൾ ആണ്. സ്പെയിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 3 year ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഫോർ 12 months ഓഫ് പീരീഡിലേക്ക് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്ത് ജോബ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്. അതിൽ നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കേണ്ടി വരും. അതിന് ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. 8 to 9 lakhs നമുക്ക് FD ആയിട്ടും ഈ എമൗണ്ട് ഒന്നില്ലെങ്കിൽ ബ്ലോക്ക്ഡ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കാണിക്കും. അതർവൈസ് നോ നീഡ് ഫോർ ദാറ്റ്. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നോർമലി ഇപ്പോൾ കാനഡ PR-നൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ആ എമൗണ്ട് നമുക്ക് കാണിക്കാം. അത്രയും എമൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ അല്ല എങ്കിൽ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ജോബ് സീക്കേഴ്സ് ആവുമ്പോൾ ഇൻഡിവിജ്വലി സിംഗിൾ ആയിട്ടാണ് പോകാൻ പറ്റുന്നത്. വൺസ് ലാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്പൗസിനെ വേണമെങ്കിൽ വിസിറ്റിലോ സംതിങ് അതും നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കാറ്റഗറി വിസ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏജ് ഒരു ഫാക്ടർ ആണ്, അധികം ടൈം കളയേണ്ട. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് അപ്ലൈ ഫോർ ദാറ്റ്. ഇപ്പൊ നല്ല രീതിയിൽ ഇത് ഒരു ഗോൾഡൻ പീരീഡ് ആണ് ജോബ് സീക്കർ വിസസിന്. ഓക്കെ, ഐ തിങ്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ആൻഡ് ഓൾസോ മീൻസ് ജോബ് സെക്യൂർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ആക്ച്വലി ഇറ്റ്സ് എ ജോബ് സീക്കർ വിസ. അതിന്റെ എങ്ങനെയാണ് നിങ്ങളുടെ റെസ്യൂമെ പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ പോർട്ടൽസ് ആണ് എന്നുള്ളതിന്റെയൊക്കെ ഗൈഡൻസ് നമുക്ക് തരാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജിലെ ആണ്. ഐ എം 26 years old. I have recently completed my MTech in structural engineering, 2025 pass out. Okay. Earlier, I completed BE in civil engineering and I have 1 year experience after BE. I would like to know, is IELTS mandatory for applying to jobs in Australia in my field? Do you provide job placement support before traveling to Australia? Or is it necessary to go there first to search opportunities? Ashish, I think താങ്കൾക്ക് ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. So, over to you. So with your, am I audible? Yeah. So with your profile, see, you are already an MTech in structural engineering with 2025 pass out. I'll be very frank with you. With the job experience of 1 year, I'm not exactly sure. In case if you get your visa, I'm 100% sure you can land into a good job over here. With your job application process, Godspeed is always there to help you with that, with your visa process. When you talk about the placement support, what we can guide you through is the exact way. So see, I told you about my story. I know how I traveled this journey. I made so many mistakes. I met so many people in this journey. I have so much of experience of understanding where people make mistake in their job search. So the way that we support is we actually help you with your relevant industry, understanding that relevant industry's requirement of what to be put in your resume. It is not just that anything to be put. And don't think that any job experience that you have prior is
100% usable or 0% usable. It is all depending on how we actually present it to the employer. So that is what we can actually help with the resume, with the cover letter, and to understand what and how you should approach. With that said, I'm 100% sure once you land over here, you can easily navigate your field because structural engineering, civil engineering, all of these are in very high demand. Renu ma'am, would you like to add something more? സോറി, ക്വയറി എന്തായിരുന്നു? ആക്ച്വലി Uh, ആളുടെ ക്വയറി IELTS മാൻഡേറ്ററി ആണോ അപ്ലൈങ് ഫോർ ജോബ്സ് ഇൻ ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ജോബ് കിട്ടാനായിട്ട് വൺസ് അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണോ നമുക്ക് ജോബ് പ്ലേസ്മെന്റ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ആളുടെ ക്വയറി. ഫസ്റ്റ് ഓഫ് ഓൾ മൈഗ്രേഷന് വേണ്ടിയിട്ട് താങ്കൾക്ക് IELTS വേണം. മൈഗ്രേഷൻ ഇല്ലാണ്ട് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഈസ് IELTS വേണ്ട, PT ആയാലും മതി. PT ഈസ് ഈസി. IELTS സജസ്റ്റ് ചെയ്യുന്നില്ല, അതിനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള PT എഴുതാം. സോ PT എഴുതി താങ്കൾക്ക് പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ 491 ആയി അവിടെ ലാൻഡ് ചെയ്ത ശേഷം താങ്കൾക്ക് ജോബ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ താങ്കളുടെ പ്രൊഫൈൽ, സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, ലിങ്ക്ഡിൻ ഒക്കെ സ്ട്രോങ് ആക്കി യു ക്യാൻ ട്രൈ ഫോർ ഇന്റർവ്യൂസ്, യു ക്യാൻ ട്രൈ ടു അറ്റൻഡ്. പക്ഷേ ഡെഫിനറ്റ്ലി അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും താങ്കൾക്ക് ബെറ്റർ ജോബ് പ്രോസ്പെക്റ്റിലോട്ട് എത്തുള്ളൂ. താങ്കൾക്ക് പാർട്ട് ടൈം ജോബ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഫുൾ ടൈം ജോബിലോട്ട് എത്താം. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. സോ ഓസ്ട്രേലിയ ലാൻഡ് ചെയ്ത ഒരു 3 months ടൈം താങ്കൾക്ക് എന്തായാലും ഒന്ന് സെറ്റിൽ ഡൗൺ ആയി പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്ത് എന്താണ് എക്സാക്ട്ലി എങ്ങനെ ജോബിലോട്ട് എത്തണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇതാണ് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൂള്. പിന്നെ പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്ന ഒരു ടോപ്പസ്റ്റ് വിസയാണ്. സിറ്റിസൺഷിപ്പ് ആണ് അതിനുശേഷം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കിട്ടുന്നത്. നമുക്ക് 185 കൺട്രീസ് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ പോയി വർക്ക് ചെയ്യാം. ടോപ്പസ്റ്റ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൽ വലിയൊരു വിസ അപ്ലൈ ചെയ്യാനില്ല. പിന്നെ ഡെഫിനറ്റ്ലി എഞ്ചിനീയറിംഗ് പ്രൊഫൈൽ ഇൻ ഹൈ ഡിമാൻഡ്, അതാണ് നമുക്ക് പറയാനുള്ളത്. Thank you so much, ma'am, and thank you, Ashish. The next question, Vijay. Yeah, my name is Vijay. Age 26, BTech Mechanical, experience 3 year in a core field. Get to know about Sweden job seeker visa. Yes, definitely. താങ്കൾ ഓൾറെഡി ഒരു 4-year ഗ്രാജുവേറ്റ് ആണ് BTech. സോ ആൻഡ് ഓൾസോ 3 years എക്സ്പീരിയൻസ് ഉണ്ട്. സ്വീഡൻ ജോബ് സീക്കർ വിസയ്ക്ക് എലിജിബിൾ ആണ്. നമുക്ക് ആപ്ലിക്കേഷൻ ഫയൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8 to 9 lakhs ആണ് നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് വരുന്നത്. അതിന്റെ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്വീഡനിൽ എഞ്ചിനീയേഴ്സിന് ഹൈ ഡിമാൻഡ് ഉള്ള ഒരു സമയമാണ് സ്വീഡനിൽ. സോ എഞ്ചിനീയറിംഗ് പ്രൊഫൈൽ ആണെങ്കിൽ സ്വീഡൻ ആണെങ്കിൽ യു ക്യാൻ ട്രൈ അറ്റ് ദി ഏർലിയസ്റ്റ്. ദാറ്റ്സ് എ ഗുഡ് ചോയ്സ് ഫോർ യു. Okay, fine. The next question, Sandra. BSc MLT, currently working as a lab technician. I have 4 years of experience. Can you please explain the lab technician opportunities in Australia? And I'm 28 years old and unmarried. ലാബ് ടെക്നീഷ്യൻസ് ആർ ഗുഡ് ഡിമാൻഡ് ഇൻ ഓസ്ട്രേലിയ. നമുക്ക് റീസെന്റ് ആയിട്ട് വന്നില്ലേ റൈനിയെ? ഉണ്ട് ലാബ് ടെക്നീഷ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. Laboratory technician, yes. Okay, fine. Yeah, we have enough application we have done. എനിക്ക് ക്ലയൻസിന്റെ പേര് ഓർക്കാൻ പറ്റുന്നില്ല. ലോ സ്കൂൾസിലൊക്കെ വന്ന ക്ലയൻസ് ഉണ്ട് നമുക്ക്. സോ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഒക്യുപ്പേഷൻ തന്നെയാണ്. സോ യു ക്യാൻ പ്രൊവൈഡ് അപ്ഡേറ്റഡ് റെസ്യൂമേ ആൻഡ് യു ക്യാൻ മൂവ് ഫോർവേഡ് ആൻഡ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഓസ്ട്രേലിയൻ മൈഗ്രേഷന് വേണ്ടിയിട്ട്. യെസ്, ഡെഫിനറ്റ്ലി. ആക്ച്വലി കാര്യം എടുത്തു പറയാൻ ഹെൽത്ത് കെയറിന് നല്ല ഒരു ഡിമാൻഡ് ഉള്ള ഒരു ടൈമാണ്. കാരണം നല്ല റിക്വയർമെന്റ്, ഈവൻ ഇറ്റ് ഈസ് കാനഡ ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, അതും യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, ഹൈ ഡിമാൻഡ് ഉണ്ട്. ലൈക്ക് ലാബ് ടെക്നീഷ്യൻസ്, നഴ്സസ് ആയിക്കോട്ടെ, ഓഡിയോളജിസ്റ്റ് ആയിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഓക്കെ. ഇപ്പൊ റീസെന്റ് മാം പറഞ്ഞ പോലെ ലാബോറട്ടറി ടെക്നീഷ്യന് ലോവസ്റ്റ് കോർണർ നമുക്ക് ലാസ്റ്റ് ഇൻവിറ്റേഷൻ ഡ്രോയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഫൈൻ. താങ്ക് യു മാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിരീഷ് ആണ്. ക്യാൻ യു പ്ലീസ് ഡിസ്ക്രൈബ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ടീച്ചേഴ്സ് ഇൻ ഓസ്ട്രേലിയ? ഏജ് 43, PhD in physics, teaching experience 10 years of experience. Teachers opportunity, Ashish, you can. So this is a very good profile with the physics PhD. So when you apply for your immigration, that itself will be a very high score. You definitely need to have good IELTS, but with schools, especially regional schools and even metropolitan schools, would always want people specialized in science subjects, especially physics and all. So it is actually a good occupation to go into. Okay, bye. Thank you. Sure. Thank you, ma'am. The next question, Aishwarya Balakrishnan. I am 28 years, BTech in Civil Engineering, Masters in Construction Management, work experience 3 years as a Business Development Executive, different from field of study. Am I able to apply for Australia? If not, which country is best option?
ബിടെക് സിവിൽ ആൻഡ് മാസ്റ്റേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. പക്ഷേ ഡിഫറെന്റ് ഫീൽഡാണ്. ബട്ട് വർക്ക് ചെയ്യുന്നത് വേറെ ഫീൽഡിലാണ് അല്ലേ? അതെ അതെ, എക്സിക്യൂട്ടീവ് ആയിട്ട് ബിസിനസ് ഡെവലപ്മെന്റ് BDA ആയിട്ടാ. ജർമ്മനി കൺസ്ട്രക്ഷൻ അല്ലേ? പഠിച്ചത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റും ബിടെക് സിവിലും ആണ്, ബട്ട് വർക്ക് ചെയ്തത് BDA ആണ്. ഓക്കെ, പെർമനന്റ് റെസിഡൻസി ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ നോക്കാൻ പറ്റുന്നത് കാനഡയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മനി ഈസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ യു ആൻഡ് സ്പെയിൻ ഈസ് ഓൾസോ ഗുഡ് ഓപ്ഷൻ ഫോർ യു. Okay, fine. Thank you, ma'am. The next question, Nitin Lal ആണ്. Age 30, BSc Computer Science, 9 years, software engineer, and then first preference Germany ആണ്, then Australia. In case of Germany, how difficult to find a job? I'm traveling with opportunity card. I also study in German and completed 8 to 11. In case of Australia, how long will it take for me to get invitation by considering all experience document for 9 years? I also want to know the difficulty to get job in my field. Is a software engineer. ആസ് എൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പെർമനന്റ് റെസിഡൻസി വിസ താങ്കൾക്ക് കിട്ടാനുള്ള ചാൻസ് താങ്കൾക്ക് 6 months കിട്ടാം, 8 months കിട്ടിയ ക്ലയന്റ് ഉണ്ട്, 12 months കിട്ടിയുണ്ട്, 24 months ആൻഡ് അപ് ടു മേ ബി 24 to 48 months വരെ എടുക്കാം. ഡിപ്പെൻസ് ആണ്. ഇത് പെർമനന്റ് റെസിഡൻസി വിസയാണ്, ഒരു കൺട്രിയുടെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വിസയാണ്. ദ പ്രസന്റ് സിനാരിയോ, നേരത്തെ ഒക്കെ പെർമനന്റ് റെസിഡൻസി എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് നാളെ കിട്ടും എന്നുള്ളത് ഈസായിരുന്നു. ബട്ട് ഇപ്പൊ 2025 ആണ്. 1,85,000 ആപ്ലിക്കൻസിനെ വേണം എന്നാണ് ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ അത് ഇൻവിറ്റേഷൻ ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടിയാൽ പോലും അതൊരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഐ ഫീൽ പേഴ്സണലി. ഓസ്ട്രേലിയ, ജർമ്മനി ഈസ് ഓൾസോ ഗുഡ് ഓപ്ഷൻ ഫോർ യു. ജർമ്മനി താങ്കൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് ആയതുകൊണ്ട് തന്നെ യു ഓൾറെഡി ലേൺഡ് ജർമ്മൻ ലാംഗ്വേജ്, go for Germany opportunity card. Meantime, if you want, you can file for Australian permanent residency visa. ജർമ്മനിക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് ഇട്ടിട്ട് ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക, ജർമ്മനിക്ക് കയറി പോവുക, അവിടെ വർക്ക് ചെയ്യുക. താങ്കൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും താങ്കളുടെ ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണ് താങ്കൾക്ക് ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യാം. ജർമ്മനി താങ്കൾക്ക് ജോബ് വിസ കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് കൺവേർട്ട് ചെയ്യാം. മീൻ ടൈം താങ്കൾക്ക് അവിടെ ഓസ്ട്രേലിയൻ PR ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ വർക്ക് ഇൻ ബോത്ത് കൺട്രി സെയിം ടൈം. രണ്ട് ഓപ്പർച്യൂണിറ്റിയും ഒരേ സമയം ചെയ്യുന്നതാണ് താങ്കൾക്ക് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ. Next, Anish ആണ്. Hi, my name is Nish and I have a graduation in accounts and IT, currently working as a systems administrator and having 21 years of experience. Married and a child. My year of birth is 1982 and wife also have a B.Pharm graduation. What is possibility of migration specifically based on age limit? Age limit 82 born ആണ് ആള്. That means 43 around. Yeah, May right. last chance for you to try for Australian skilled migration. You can try. എനിക്ക് 42 years മോസ്റ്റ് റീസെന്റ് ആയിട്ട് ഒരു ക്ലൈന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈനി അറിയുമെന്നറിയില്ല, അസർബൈജാനിലുള്ള ക്ലൈന്റാ. സനൽ എന്ന് പറഞ്ഞ ക്ലൈന്റിന്റെ റെഫറൻസ് എന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞ രേണു, ഐ വോണ്ട് ടു ട്രൈ, ദാറ്റ്സ് ഇറ്റ്, ഐ എം സേയിങ് ദാറ്റ്, യു നോ. വൈഫ് എന്തോ 10 years ആളെക്കാട്ടിലും യങ്ങർ ആണ്. സോ ഹി സ്റ്റാർട്ടഡ് ആൻഡ് ഐ വുഡ് സേ ദാറ്റ് ഇനി അങ്ങോട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പൊ ചെയ്യുക. പ്രോസസിങ് ടൈം ഈ ഒരു ഏജിൽ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഒരു ക്ലയന്റിന്റെ 44 വയസ്സ് റണ്ണിങ്ങിലാണ് 2.5 വർഷം എടുത്തിട്ട് പ്രോസസ് PR 491 കംപ്ലീറ്റ് ചെയ്തത്. സോ ഐ കാൻ ഗിവ് യു ദ ടൈം ഫ്രെയിം, ബട്ട് ഡെഫിനറ്റ്ലി വി ക്യാൻ ഗിവ് യു ദ ബെസ്റ്റ് പോസിബിൾ സർവീസസ് ആൻഡ് വി ക്യാൻ ഗൈഡ് യു ത്രൂ ഇറ്റ്. Okay, fine. Yes, the next question, Albin ആണ്. 27 years, qualification BE in computer science and engineering, country Australia ആണ്. Currently working as a Salesforce developer, having almost nearly 5 years of experience in that. I'm not having 1 year of bank statement as the account is closed. I would like to migrate Australia with my wife. She is a Java developer having around 5 years of experience with all the document, and she also did BE in computer science and engineering. How long it will take to get an invitation? ഇൻവിറ്റേഷൻ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ താങ്കളുടെ സ്കോർ ആണ്. രണ്ടുപേരുടെയും കൂടി സ്കോർ ചേർത്തിട്ട് എത്ര വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കണം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏജ് കുറവാണ്, എക്സ്പീരിയൻസ് നമുക്ക് BE കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വരുമ്പോൾ അതിന് പോയിന്റ്സ് കിട്ടില്ല. പക്ഷെ PT IELTS നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ സ്കോർ കിട്ടും. നിങ്ങൾക്ക് ഓസ്ട്രേലിയ ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇൻവിറ്റേഷൻ എക്സാക്ട്ലി എപ്പോൾ കിട്ടും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കോട്ട വന്നിട്ടുണ്ട് 1,85,000, അതിന്റെ 189 പിക്കിങ്ങും ഒരു സ്ലോട്ട് 491 190 പിക്കിങ്ങും നടന്നിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് കോട്ട ഇപ്പോൾ ഓപ്പൺ ആണ്. സോ കോട്ട ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. 6 months കിട്ടാം. നമുക്ക് 1 month കിട്ടിയ ക്ലയന്റ് ഉണ്ട്, 2 months, 6 months കിട്ടിയവരുണ്ട്, 8 months, 1 year, 2 years വരെ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ ക്ലയൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ പാത്ത്. അങ്ങനെയാണ് മൈഗ്രേഷൻ. സോ നമുക്കൊരു എക്സാക്ട് ടൈം ഫ്രെയിം തരാൻ പറ്റില്ല, ഇന്ന ദിവസം പ്രോസസ് ചെയ്താൽ ഇന്ന ദിവസം കിട്ടും. പക്ഷെ ദ സിനാരിയോയും സർക്കംസ്റ്റാൻസസ് ആൻഡ് യുവർ പ്രൊഫൈലാണ് നമ്മുടെ ഇൻവിറ്റേഷനിലോട്ട് എത്തിക്കുന്നത്. കണ്ടിടത്തോളം നല്ല സ്ട്രോങ് പ്രൊഫൈലാണ്. യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. താങ്കൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്.
27 വയസ്സല്ലേ ഉള്ളൂ. സോ ഇറ്റ്സ് ഗുഡ് ഇനഫ്. ഇഫ് 27 സ്റ്റാർട്ട് ചെയ്ത് 29, 30 കിട്ടിയാലും താങ്കൾക്ക് 32 വരെ താങ്കളുടെ ഏജിന് പോയിന്റ്സ് മാറുന്നില്ല. ഫയൽ ചെയ്തിടുക ആപ്ലിക്കേഷൻ. ഓക്കെ, 3x മാറിയിട്ടുണ്ട്. 3 189, 3 190, 3 491 ഇടാം. ബിക്കോസ് താങ്കൾക്ക് 3 ഔട്ട്കമാണ് ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയർ തൊട്ടിട്ട്. അപ്പോൾ തന്നെ 3x ചാൻസ് കൂടിയിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫയൽ ചെയ്തിട്ടിടുക, താങ്കൾ ഇവിടെ കണ്ടിന്യൂ വർക്ക് ചെയ്യുക. പക്ഷെ താങ്കൾക്ക് ഇപ്പോൾ തന്നെ കയറി പോകണം എന്നുണ്ടെങ്കിൽ ജർമ്മനിയോ അതർ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, ജോബ് സീക്കർ പോലെയുള്ള വിസാസ് ചൂസ് ചെയ്ത് അവിടെ വേണേൽ പോയി വർക്ക് ചെയ്യാം. മീൻ ടൈം ഇത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ദാറ്റ്സ് ഓൾസോ ബെസ്റ്റ് സൊല്യൂഷൻ. Alright, fine. ആള് വേറൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. So whom do we need to consider as a primary? Means post getting a visa rather than primary applicant, whether the co-applicant can land in Australia initially and search for a job എന്നാണ് ചോദിക്കുന്നത്. ആരെ പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യണം? ഇപ്പൊ ഓക്യുപ്പേഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ 2 പേർക്കും 2 ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റിയിൽ നിന്ന് 3 ഡിഫറെന്റ് ഔട്ട്കം ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് 2 പേർക്ക് സെപ്പറേറ്റ് പൂള് ക്രിയേറ്റ് ചെയ്തിടാം. ആർക്കാണോ ഇൻവിറ്റേഷൻ കിട്ടുന്നത് അവരെ നമുക്ക് മെയിൻ ആപ്ലിക്കന്റ് ആക്കാം. ആരാണോ മെയിൻ ആപ്ലിക്കന്റ് ആകുന്നത് അവർക്ക് ലാൻഡ് ചെയ്യാം. നോട്ട് ആൻ ഇഷ്യൂ. കോ ആപ്ലിക്കന്റ് ചെന്നാൽ മതി. അല്ലെ കോ ആപ്ലിക്കന്റ് മെയിൻ ആപ്ലിക്കന്റും ലാൻഡ് ചെയ്തിട്ട് 1 വീക്കിൽ അവർക്ക് റിട്ടേൺ അടിച്ചാലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അവിടെ എൻട്രി ആയി എക്സിസ്റ്റ് അടിക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൺ വിസ കാറ്റഗറി നമുക്ക് എൻട്രിയും എക്സിസ്റ്റും നമുക്ക് തീരുമാനിക്കാം. 190 ഇൻവിറ്റേഷൻ ആണ്, അതനുസരിച്ച് എൻട്രി പ്ലാൻ ചെയ്യാം. 491 ആണ് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാം. ബിക്കോസ് 491 ആകുമ്പോൾ നമുക്ക് ഡിഫറെന്റ് സിനാരിയോ ആണ്. 189 190 ഡിഫറെന്റ് സിനാരിയോ ആണ്. അതൊക്കെ നമുക്ക് വൺസ് ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് ഞാൻ 1-on-1 വരും, സൂമിൽ വന്നിട്ട് നമുക്ക് ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകും. പക്ഷെ 2 പേരുടെ സെപ്പറേറ്റ് പൂള് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് റൈറ്റ്. സോ ഫൈനലി നമ്മളുടെ വലിയൊരു Q&A നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. വെരി ഗ്ലാഡ്. കാരണം അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് പലരും അപ്രോച്ച് ചെയ്തത്. നിങ്ങളുടെ ക്വയറീസ് എല്ലാം മാക്സിമം നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളും ഫെർദർ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് ചെയ്യുമ്പോൾ പല പ്രൊഫൈൽസും ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ പ്രൊഫൈൽസും റെസ്യൂമേ ഡയറക്റ്റ്ലി നമുക്ക് ഷെയർ ചെയ്ത് തരാം. നമുക്കത് ഡിസ്കസ് ചെയ്യാം. എല്ലാ പ്രോബ്ലത്തിനും എല്ലാ കൺസേൺസിനും സൊല്യൂഷൻ ഉണ്ട്. നോ വറീസ്. എനിഹൗ, താങ്ക് യു സോ മച്ച് മാം. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് എവറി വൺ. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാവരുടെയും ക്വയറീസ് ക്ലിയർ ആയാലും വളരെ ഫീലിംഗ് സോ ഗ്രാറ്റിറ്റ്യൂഡ്. റൈറ്റ്. എനിഹൗ, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് എവറി വൺ. 16 years of excellence. Godspeed. Migration and study abroad experts.